ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ. കാൽപന്ത് കളിയുടെ ആവേശം നെഞ്ചിലേറ്റിയ മലപ്പുറത്തിന്റെ അതിർത്തി നാടുകളിൽ ബ്രസീൽ അർജന്റീന ഫാൻസുകാർ തമ്മിൽ ഫ്ലക്സ് യുദ്ധം. വഴിക്കടവ് മുണ്ടയിലാണ് രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ ഒരാഴ്ചയായി ഫ്ലക്സ് യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. അർജന്റീന ആരാധകർ 350 അടി നീളമുള്ള ഫ്ലക്സ് അടിച്ച് റോഡരികിൽ സ്ഥാപിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ബ്രസീൽ ആരാധകരെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതോടെ സടകുടഞ്ഞെണീറ്റ ബ്രസീൽ ആരാധകർ 400 അടി നീളമുള്ള ഫ്ലക്സ് 5 ദിവസം കൊണ്ട് റോഡരികിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ തങ്ങൾ സ്ഥാപിക്കാനിരുന്ന 350 അടി ഫ്ലക്സ് അർജന്റീനക്കാർ 602 അടിയാക്കി സ്ഥാപിച്ചു. ഈ തീരുമാനം ബ്രസീൽ ആരാധകരെ ഫ്ലക്സിന്റെ നീളം കൂട്ടാൻ വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. അർജന്റീനക്കാർ 600 അടി വെച്ചാൽ തങ്ങൾ 900 അടി നീളമുള്ള ഫ്ലക്സ് വെക്കുമെന്നാണ് ഇപ്പോൾ ബ്രസീൽ ആരാധകർ പറയുന്നത്. രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ ഒരാഴ്ചയായി തുടർന്ന ഫ്ലക്സ് യുദ്ധം അവസാനിക്കുന്നില്ല. കപ്പടിക്കുന്നില്ല ഊർജ്ജത്തോടെയാണ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടേ ഉള്ളത്. കാരണം ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, തിരിച്ചു വരും. 2026 6ാമത്തെ ഒരു കപ്പ് നമുക്ക് എന്തായാലും ഉണ്ടാവും. എല്ലാ കളിക്കാരും വെച്ചിട്ടുണ്ട്. കോച്ച് നമ്മളെ ഈ സ്ക്വാഡിലുള്ള എല്ലാ കളിക്കാരും ഉണ്ട്. പിന്നെ ഒരു ട്രിബ്യൂട്ടായിട്ട് നമ്മളെ ജോട്ടനെ വെച്ചിട്ടുണ്ട്, പോർച്ചുഗലിൻ്റെ മരണപ്പെട്ടവയെ. പിന്നെ ഇന്ത്യൻ ടീമിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഉൾക്കൊണ്ട ഒരു ഫ്ലക്സാണ് ഞങ്ങളിത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയ്ക്ക് അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളണോ. കാരണം ഇന്ത്യ ഫുട്ബോളും വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അതിൻ്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ലോകത്തിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഫ്ലക്സാണ് വെച്ചിട്ടുള്ളത്. നിലവിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും, 160 ഫീറ്റ് ഉള്ളൂ. ഇത് 600+ ആണ് വരുന്നത്. മുണ്ടയിലെ അർജന്റീന ആരാധകരാണ് ഇത് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10 ദിവസമായി ഇതിൻ്റെ പിന്നാലെ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 2 ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവ് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ. ഇത് ഞങ്ങൾ ലോക ശ്രദ്ധ നേടിപ്പിക്കും. ഇവിടെ തൂക്കിക്കണമെങ്കിൽ ഇപ്രാവശ്യം കപ്പ് ഞങ്ങൾ തന്നെ തൂക്കും. തുടർച്ചയായിട്ട് കപ്പ് തൂക്കുന്ന ടീമായിട്ട് തന്നെ അർജന്റീന മാറും. അതിനുള്ള സ്ക്വാഡ് ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്രാവശ്യം ഞങ്ങളെ ഏഞ്ചൽ മാത്രമേ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ളൂ. അതിന് പകരം ഞങ്ങൾക്ക് 2-3 ഏഞ്ചലുകളെ പുതിയത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിക്കോപാസ് ആയാലും അൽമഡ ആയാലും നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് കളിക്കാർ. അപ്പോൾ ഞങ്ങൾ നല്ല പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷ മാത്രമല്ല, ഞങ്ങളെ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കും എന്നുള്ളത് സ്കാലോണിയും കൂട്ടരും ഞങ്ങൾക്ക് ഇന്നലെയും കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല കളികൾ കാഴ്ചവെക്കുന്നുണ്ട്. അതെ 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 അതെന്താ വെച്ചാൽ ഇത്രയും കാലം ഫുട്ബോളിന്റെ മക്ക മലപ്പുറം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി അത് നേരെ മാറിയിട്ട് മുണ്ട ബ്രാക്കറ്റിൽ മലപ്പുറം എന്ന് വരാനുള്ളൊരു അവസ്ഥയ്ക്കാണ് നമ്മൾ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. മുണ്ട ജാസ് ക്ലബ്ബ് പ്രവർത്തകരും പ്രദേശവാസികളും സുഹൃത്തുക്കളുമാണ് ഇരു ടീമുകളുടെയും ആരാധകർ. ഫ്ലക്സ് അടിക്കാൻ 2 ലക്ഷം രൂപയോളം ഇരുവിഭാഗവും ആരാധകർക്ക് ചെലവ് വന്നിട്ടുണ്ട്. ആരാധകരായ പ്രവാസി സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹായവും ഇരു കൂട്ടർക്കുമുണ്ട്. മുണ്ട അങ്ങാടി മുതൽ പാലാട് വരെയുള്ള കെൻഷി റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഫ്ലക്സ് ബോർഡ് കാണാൻ ലൈറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീൽ ഫാൻസ് സ്ഥാപിച്ച ഫ്ലക്സിൽ പെലെയടക്കമുള്ള ബ്രസീലിന്റെ ഇതിഹാസ താരങ്ങളും ലോകകപ്പ് നേടിയ ചിത്രങ്ങളും കപ്പുകളും ഫ്ലക്സിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ഇന്ത്യൻ ടീമും ഒരിക്കൽ ലോകകപ്പ് കളിക്കുമെന്ന പ്രത്യാശയോടെ ഇന്ത്യൻ ടീമിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. കാർ അപകടത്തിൽ മരിച്ച പോർച്ചുഗീസ് താരം ഡിയാഗോ ജോട്ടയുടെ ചിത്രം കണ്ണീരോർമ്മയായി ബ്രസീലുകാർ ചേർത്തിട്ടുമുണ്ട്. ഇത്രയ്ക്ക് ആരാധകരില്ലെങ്കിലും പോർച്ചുഗലിലും മുണ്ടയിൽ ഫ്ലക്സ് ബോർഡ് ഉയർന്നു. ലോക റെക്കോർഡ് തങ്ങളുടെ ഫ്ലക്സുകളെന്ന് ഇരുകൂട്ടരും അവകാശപ്പെടുന്നു. അർജന്റീനയുടെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കൽ ഇന്നലെ രാത്രിയോടെയാണ് പൂർത്തിയായത്. വ്യത്യസ്ത ടീമുകളുടെ ആരാധകരാണെങ്കിലും ജാസ് ക്ലബിൽ തയ്യാറാക്കുന്ന പ്രൊജക്ടറിൽ ഒരുമിച്ചിരുന്നാണ് എല്ലാവരും ലോകകപ്പ് കാണുക. ഇന്ന് രാത്രി ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം ആരംഭിക്കും. മുണ്ടയിൽ ഫ്ലക്സ് ഉയർത്തി ഇരു ടീമുകളുടെയും ആരാധകർ കടുത്ത ആവേശത്തിലാണ്. എല്ലാ ടീമുകളും ഒരുമയോടെ തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ കളി കാണാൻ കാത്തിരിക്കുകയാണ്. എ+ വിഷൻ, എടക്കര. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines. BCom in 3 disciplines. AICTE approved BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പോ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just teach, we inspire.
ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ.